അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 213 ആയത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم. وما اختلف فيه വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക കേട്ടോ. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസത്തുൽ വസ്ൽ വന്നതുകൊണ്ട് ആ മദ്ദക്ഷരത്തെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. വമഖ്തലഫ അതുപോലെ ഊതുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. നാവിൻ്റെ ബാക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുക്കുക. ഫ ലൈറ്റാക്കി കൊടുക്കുക. മഖ്റജ് വരുന്നത് മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഫ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇല്ലല്ലദീന ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, മണിക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക. ലാമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസത്തുൽ വസ്ൽ വന്നതുകൊണ്ട് ആ മദ്ദിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ യാമദ്ദാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ദാലിൻ്റെ സൗണ്ട് ദാലായി പോവാതെ നോക്കുക കേട്ടോ. ഇല്ലല്ലദീന നോദിപ്പോവരുത്. ഇല്ലല്ലദീന ലൈറ്റാക്കിയിട്ട് കൊടുക്കുക. ഊതൂഹു മിൻ ബഅദ് ഹംസയുടെ കൂടെ വാവുമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ത കൂടെ വാവുമദ്ദാണ് വന്നിട്ടുള്ളത്. അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ലാബിൻ്റെ ലെറ്ററായിട്ടുള്ള ബ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മീമാക്കി മാറ്റിമറിച്ചിട്ട് ഉണ്ണയോടുകൂടി ഓതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ട് അവിടെ കേൾക്കുകയില്ല. മീമാക്കി മാറ്റിമറിക്കും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കുകയും ചെയ്യുക കേട്ടോ. മിംബദിമ അതിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ജാഅത്ഹുമുൽ ബയ്യിനാത്ത് ജീമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് വാജിബ് മുത്തസിലാണ്. 4-5 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. ത കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. പിന്നെ താക്കും കാഫിനും സുക്കൂനാവുന്ന സമയത്ത് കുറച്ച് എയർ പാസ് ചെയ്യണ സൗണ്ട് കൊടുക്കുക കേട്ടോ. ജാഅത്ഹുമുൽ ബയ്യിനാത്ത് അതുപോലെ ഊതുക. ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഈ ആക്ക് ശ്രദ്ധ വന്നു, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക കേട്ടോ. ബഗ്യം ബൈനഹും ഗൈന് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. നാവിൻ്റെ ബാക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്ഹീം ചെയ്യുക. ഗൈൻ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഈ ആക്ക് ഇവിടെ ഫതഹ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ലാബിൻ്റെ അക്ഷരമായിട്ടുള്ള ബ വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ മീമാക്കി മാറ്റിമറിക്കുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ ഉന്ന കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ബഗ്യൻ ബൈനഹും എന്നാണ് അവിടെ ശരിക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തെൻവീനിനെ മീമാക്കി മാറ്റിമറിക്കുമ്പോൾ ബഗ്യം ബൈനഹും അതുപോലെ ഓതി കൊടുക്കുക കേട്ടോ. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, കാല് താഴോട്ടുള്ളൊരു മീമിനെ കാണുന്നുണ്ട്. മീമുൽ ഖായിമ ഇഖ്ലാബിൻ്റെ മീമാണ്, ശ്രദ്ധിക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. അടുത്ത വേർഡുമായിട്ട് ചേർത്തി ഓതലാണ് ഉത്തമം. ഓക്കെ. فهدى الله الذين آمنوا ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഫ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക. ദാലിൻ്റെ കൂടെയുള്ള യാ മദ്ദിനെ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ൽ വന്നല്ലോ, അപ്പോൾ മദ്ദിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. അല്ലദീന ആമനൂ ലിമഖ്തലഫൂ ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, മണിക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക. ദാലിൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ദാലിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ, ദാലായി പോവാതെ നോക്കുക. ആമനൂ ലിമഖ്തലഫൂ ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നു, അവിടെയും നമ്മൾ 2 കൗണ്ട് നീട്ടി കൊടുക്കുക. നൂനിൻ്റെ കൂടെ
വാവുമദ്ദാണ് വന്നിട്ടുള്ളത്. അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക. മീമിൻ്റെ കൂടെയുള്ള മദ്ദിനെ കൂട്ടി എഴുതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ൽ വന്നതുകൊണ്ട് മദ്ദിനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ്. തഫ്ഹീം ചെയ്യുക. ഫ കൂടെ വാവുമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ഫീഹി മിനൽ ഹഖ്. ഫ യാ മദ്ദാണ് കൂടെ വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. അക്സൽ ഹലക്കിൽ നിന്നും പുറപ്പെടുന്ന ഹ ആണിത്, തൊണ്ടയുടെ അവസാന ഭാഗത്തു നിന്നും പുറപ്പെടുന്ന ഹ. അപ്പോൾ സൗണ്ട് ഹംസയായി പോവാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. ഫീ ഇ നോതരുത്, ഫീഹി. മീനൽ ഹഖി ബിഇദ്നിഹി. ലാം കൽക്കല ലെറ്ററിലാത്തുകൊണ്ട് ഹാഫ് സുക്കൂനും കൊടുക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കട്ടെ. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക, ഹ നായി പോവരുത്. മഹ്റജ് വരുന്നത് തൊണ്ടയുടെ മധ്യഭാഗം. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കെസ്റയാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ദാവിൻ്റെ ബാക്ക് കൂടുതലായിട്ട് മുകളിലേക്ക് പൊക്കാൻ കഴിയില്ല. അപ്പോൾ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് ഉച്ചരിക്കട്ടെ. കൈ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. ബി ഇദ്നി ദാൽ കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള കൈലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മൾ അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹാ സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. ബി ഇദ്നി അതുപോലെ ഓതും. വല്ലാഹു യഹ്ദി മൻ യശാ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നിൽ അക്ഷരത്തിന് ഫതഹയാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഹ കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. യഹ്ദി എന്ന് ഓതി പോവരുത്. യഹ്ദി യഹ്ദി മൻ യശാ. ദാലിൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ച് ഉന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക. നൂനിൻ്റെ സൗണ്ടിനെ അവിടെ കേൾക്കൂല, പൂർണ്ണമായിട്ട് അതിലേക്ക് ലയിപ്പിച്ചു കൊടുക്കുക കേട്ടോ. മൻ യശാ. ഷീനിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് വാജിബ് മുത്തസിലാണ്. 4-5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക കേട്ടോ. ഇലാ സിറാത്തിൻ മുസ്തഖീം. ലാമിൻ്റെ കൂടെ അലിഫ് സഗീറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാൽ നമ്മൾ പറയാറുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. സ്വാദ് ഇസ്തിഅലാൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു, ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കെസ്റയാവുന്ന സമയത്ത് നമുക്ക് നാവിൻ്റെ ബാക്ക് ഭാഗങ്ങൾ മുഴുവനായിട്ട് പൊക്കാൻ കഴിയില്ല. പക്ഷേ തുബാക്കിൻ്റെ ലെറ്റേഴ്സായിട്ടുള്ള സ്വാദ്, വാദ്, ഫ, വ എന്നീ അക്ഷരങ്ങൾക്ക് നമ്മൾ കെസ്റയായാലും എല്ലാ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഹെവി ആക്കിയിട്ട് ഉച്ചരിക്കുക. റ കൂടെ അലിഫ് സഗീറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും 2 കൗണ്ട് നീട്ടി പാരായണം ചെയ്യുക. അപ്പോൾ കെസ്റ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നു. തെൻവീനിലുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിച്ച് ഉന്നയോടുകൂടി ഓതി കൊടുക്കുക കേട്ടോ. ഇവിടെ തെൻവീനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, തെൻവീന് 1 കഴിഞ്ഞിട്ട് 1 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇദ്ഗാമിലും ഇഖ്ഫായിലും തെൻവീനുകൾ ഇതുപോലെ കാണുന്നു. ഇദ്ഹാറിൽ മാത്രമാണ് തെൻവീനുകൾ ഒരുമിച്ച് നിൽക്കുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. സീൻ കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. അപ്പോൾ കെസ്റയാവുമ്പോൾ സൗണ്ടിനെ ഹെവിയാക്കാൻ കഴിയില്ല. അപ്പോൾ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. ഇനി അവസാനത്തിൽ മദ് ആല് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.